മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 7 ചൊവ്വ. വിശ്വാസ്യതയിലും സുതാര്യതയിലും നിഷ്പക്ഷ സമീപനത്തിലും ഉന്നത നിലവാരം പുലർത്തേണ്ട PSCയുടെ രീതികൾ അടിമുടി ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പാർട്ടി സേവാ കമ്മീഷൻ അല്ല PSC. ഇന്ത്യയിലെ ആകെ PSC നിയമനങ്ങളുടെ 60% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 2025 മാത്രം PSC വഴി സർക്കാർ 36,813 നിയമനങ്ങൾ നടത്തി തുടർച്ചയായി 3-ാം വർഷവും 30,000-ലധികം പേർക്ക് സർക്കാർ ജോലി നൽകാൻ സാധിച്ചു. 2016 മെയ് മുതൽ 2025 ഒക്ടോബർ 31 വരെ PSC മുഖേന ആകെ 3,773 നിയമനങ്ങളാണ് നടന്നത്. ഇത് ചരിത്രമാണ്. സംസ്ഥാനത്ത് 30,000-ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി. യുവതലമുറയ്ക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും കഴിയുന്ന ഒരു നവയുഗം വിരിയുകയാണ് കേരളത്തിൽ. ഭരണത്തിൽ 3-ാം ഊഴത്തിലേക്ക് തുടങ്ങിയ ഇടതുമുന്നണി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കത്തിൻ്റെ ഭാഗമായി വന്ന അവകാശവാദ പരസ്യങ്ങളിലൊന്നാണ് ഇത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റ് ഐക്യജനാധിപത്യ മുന്നണി അധികാരമേറ്റതിൽ പിന്നെ നവയുഗം വിരിയിച്ച PSCയെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ കുമിഞ്ഞുകൂടുന്ന പരാതികൾ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്നത് മറ്റൊരു യുഗപ്പിറവിയാണെന്നാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നക്കൂട് പാർട്ടിക്കാർക്ക് മാത്രം സർവീസ് നടത്തുന്ന കമ്മീഷനായി മാറി എന്ന്. 2 ഊഴം തികച്ച ഇടതുഭരണത്തിൽ ആരു നേടി എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ചെന്നെത്തുന്നത് തുടർഭരണം നയിച്ച പാർട്ടിയുടെ സ്വജനപക്ഷപാതിത്വത്തിലേക്കും ആശ്രിത പുനരധിവാസത്തിലേക്കുമാണ്. വിശ്വാസ്യതയിലും സുതാര്യതയിലും നിഷ്പക്ഷ സമീപനത്തിലും ഉന്നത നിലവാരം പുലർത്തേണ്ട ഉന്നത ഭരണസ്ഥാപനമായ PSCയുടെ പരീക്ഷാ നടത്തിപ്പ്, റാങ്ക് ലിസ്റ്റ്, നിയമനരീതി എല്ലാം അടിമുടി ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുകയാണിപ്പോൾ. പരാതികളിൽ ആഭ്യന്തര അന്വേഷണത്തിന് PSC മുതിർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയുക്തമായ കമ്മീഷൻ അന്നത്തെ ഭരണമുന്നണിയുടെ ഹിതാഹിതങ്ങൾക്ക് വഴങ്ങി നടത്തിയെന്നാരോപിക്കപ്പെടുന്ന അത്യാചാരങ്ങൾക്കെതിരെ നടക്കുന്ന ആഭ്യന്തര അന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് UDF സർക്കാരിനും മുഖ്യമന്ത്രിക്ക് തന്നെയും പൂർണ്ണമായി ഉൾക്കൊള്ളാനാവണമെന്നില്ല. അതിനാൽ ഉയർന്ന പരാതികളുടെ ഗൗരവം പരിഗണിച്ച് പഴുതടച്ച അന്വേഷണത്തിന് സർക്കാർ മുതിരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. PSCയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനുള്ള പാനലിനെ നിശ്ചയിക്കുന്നത് ചെയർമാനാണ്. ഇടതുപക്ഷ സർവീസ് സംഘടനാ നേതാവായിരുന്ന ചെയർമാൻ്റെ പാനലിൽ വരുന്നവരെല്ലാം ആ അസോസിയേഷൻ നേതാക്കളോ അംഗങ്ങളോ. ഇൻ്റർവ്യൂവിന് വിഷയവിദഗ്ധരായി പോകുന്നതും അവർ തന്നെ. പാനൽ തയ്യാറാക്കുന്ന ചോദ്യങ്ങളിലതൊക്കെ അംഗീകരിക്കപ്പെട്ടു എന്ന് അംഗങ്ങൾക്ക് അറിവില്ലാതിരിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ പ്രതിഫലം അനാകർഷകമെന്ന് പറഞ്ഞ് പലരും പിൻവാങ്ങുന്നതിനാൽ ഒടുവിൽ ഒരാളുടെ ചോദ്യപട്ടിക അതേപടി അംഗീകരിക്കുകയാണെന്നാണ് ആക്ഷേപം. അത് പിന്നെ ചോരാൻ മറ്റു വഴികൾ തേടേണ്ടതില്ലല്ലോ. ഫിഷറീസ് വകുപ്പിൽ കുറച്ചു മുമ്പ് നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയതും അഭിമുഖത്തിന് വന്നതുമൊക്കെ ഒരു സർവകലാശാലയിലെ അധ്യാപകർ. അവർ സ്വന്തക്കാർക്ക് പരീക്ഷാ പരിശീലനവും മോക്ക് ഇൻ്റർവ്യൂവുമൊക്കെ നടത്തി യോഗ്യരെ തയ്യാറാക്കി നിർത്തി. പരീക്ഷയും മറ്റ് അഭ്യാസങ്ങളും കഴിഞ്ഞ് നിയമന പട്ടിക വന്നപ്പോൾ മുകളിലുള്ള 35-ലേറെ പേർ ഒരേ സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയ ഒരേ പാർട്ടിക്കാർ. അസ്വാഭാവികത തോന്നി അന്വേഷണം വേണമെന്ന് ഫിഷറീസ് ഡയറക്ടർ തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഒന്നും നടന്നില്ല. PSCയിൽ മറ്റ് ജോലികളിലുള്ളവരെ താൽക്കാലികമായ പ്രിസം പാനലിൽ ഭാഗിക ജോലിക്കാരായി എടുക്കും. കാഷ്വൽ ജോലിയായി PSC തന്നെ കാണുന്ന ഈ തൊഴിൽ വിഭാഗത്തിനുള്ളവർ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിന് ഈ പരിചയം കാണിച്ച് അപേക്ഷിച്ചപ്പോൾ തള്ളിപ്പോയി. എന്നാൽ സർക്കാരിൻ്റെ പ്രചാരണ പരിപാടികൾക്കായി നിയമിക്കപ്പെട്ട ഈ സ്വന്തക്കാർ വഴിയാധാരമാകുമെന്ന് കണ്ട് പാർട്ടി ഇടപെട്ടു. അതോടെ അസാധാരണ വേഗത്തിൽ തിരുത്തിയ പുതിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് PSC ഓഫീസിലെത്തിച്ച് അവർ റാങ്ക് പട്ടികയിൽ കയറിക്കൂടി. സാധാരണഗതിയിൽ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവരെ ആജീവാനന്ദ വിലക്കുന്ന PSCയാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതി PSC പരീക്ഷയിൽ 1-ാം റാങ്ക് നേടി. പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെടുത്തത് കേരള സർവകലാശാലയുടെ എഴുതാത്ത ഒരുപിടി ഉത്തരക്കടലാസുകൾ. ഇത്തരം അനുഭവം മുന്നിലുള്ളതുകൊണ്ട് 2020 നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയെക്കുറിച്ചും കാര്യമായ പരാതി വന്നു. 4.5 ലക്ഷം പേർ എഴുതിയ OMR രീതിയിലുള്ള പ്രാഥമിക പരീക്ഷയിലെ 12,000 ഉത്തരക്കടലാസുകൾ മെഷീൻ സ്വീകരിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞു 21 PSC ഉദ്യോഗസ്ഥരെ കൊണ്ട് മാനുവലായി മൂല്യനിർണ്ണയം നടത്തിയതിനെതിരെ. പരീക്ഷാ ക്രമക്കേടുകളിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കണമെന്ന PSC യോഗ തീരുമാനത്തിന് ഒടുവിൽ ചെയർമാൻ വഴങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒഴിവുകൾ നികത്താതെ റാങ്ക് പട്ടിക നിലവിലിരിക്കെ താൽക്കാലിക നിയമനം വഴി PSC ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളെയും ഇടതു പാർട്ടി ബന്ധുക്കളെയും ഒക്കെ പിൻവാതിലൂടെ നിയമിച്ച് തുടർഭരണത്തിൻ്റെ ബലത്തിൽ PSCയെ പാർട്ടി സേവാ കമ്മീഷനാക്കി മാറ്റുകയാണ് LDF ചെയ്തത് എന്ന ആക്ഷേപത്തിന് അതൊന്നും പരിഹാരമാവില്ല. പരീക്ഷയോടെ പടവെട്ടി ജയിക്കാൻ ഊണും ഉറക്കവുമില്ലാതെ അർത്ഥവും ആയുസ്സും കളഞ്ഞ് അധ്വാനിക്കുന്ന 10,000-ങ്ങളുടെ പ്രതീക്ഷകളെ ചവിട്ടിമെതിച്ചുള്ള PSCയുടെ ഈ പോക്കിന് കടിഞ്ഞാണിടുകയും വിശ്വാസ്യത തിരിച്ചുപിടിക്കുകയും ചെയ്തേ തീരൂ. മാധ്യമം പോഡ്കാസ്റ്റ്.